ഇതൊരു ഏക്കറ 80 സെന്റ്. ഈ ഗേറ്റ് ഉള്ളത് നല്ല അടിപൊളി റബ്ബറാണ്. ഒരു ഓടിട്ട പെരണ്ട് ഇതില് കണ്ട, നല്ല റബ്ബർ, നിരന്ന ഭൂമി. സെന്റ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു രൂപ 1.25 രൂപയൊക്കെ വില സെന്റിന് കിട്ടുന്ന ഏരിയ. നിറയെ വീടുകളുള്ള ഏരിയ ഉണ്ടോ. നേരെ മുമ്പിൽ പള്ളി, നേരെ മുമ്പിൽ ടാർട്ട റോഡ്, മദ്രസ, പള്ളി ഉണ്ടോ. അതിന് നേരെ മുമ്പ് കിടക്കുന്ന സ്ഥലമാണ്. ഫ്രണ്ടിൽ ടാർട്ട റോഡ്, ഈ ഗേറ്റ് ഇങ്ങനെ കടന്ന ഓടിട്ട വീട്. താമസക്കാർക്ക് ഈ ഓടിട്ട വീട് ക്ലിയറാക്കി വൃത്തിയാക്കി ഇതാക്കാൻ പറ്റും. നല്ല സൗകര്യമുള്ളതാണ്. ഫ്രണ്ടേജ് ഇതാ ഫ്രണ്ടിൽ കാണുന്ന ഫ്രണ്ടേജ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ മേലേക്കുള്ള വഴിയിലേക്കുള്ള റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊന്ത മൂടിയിട്ടാണ് കാണാത്തത്. നമ്മുടെ ഈ തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഈ റോഡ് ഇങ്ങനെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഹൗസ് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് സുഖമായിട്ട് എടുത്തിട്ട് മുറിക്കാൻ പറ്റും. മുറിക്കാൻ ആളെയും കിട്ടും. എടുത്ത് കിട്ടിയാൽ ഈ റബ്ബർ ഉപയോഗിക്കേണ്ട ആളുകൾക്ക് അങ്ങനെ 10 റുപ്യ അങ്ങനെ കിട്ടും. അതല്ല പ്ലോട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു കാലത്തും ഈ കാശ് നഷ്ടമായിട്ട് വരില്ല. അടിപൊളി കച്ചവടം, അടിപൊളി സ്ഥലമാണ്. ഈ യൂട്യൂബിൻ്റെ അടുത്തുള്ള അവസ്ഥക്ക് ഞാനിത് എടുക്കുകയാണെന്ന് വെച്ചാൽ, പ്ലോട്ട് ചെയ്യേണ്ട ആളാണെന്ന് വെച്ചെങ്കിൽ അവരെ കൂടെ നിന്നിട്ട് ഇത് മുറിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു വീടുണ്ട് ഇതിൽ. നല്ല കൂളിങ്ങുള്ള സ്ഥലം, വെള്ളം നന്നായിട്ട് കിട്ടുന്ന ഏരിയ. താഴ്ഭാഗത്ത് ഇതാ ഈ റോഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വയലാണ്. വെള്ളം നന്നായിട്ട് കിട്ടുന്ന ഏരിയയാണ്. പിന്നെ റബ്ബറാണ് ചില മര്യാദ പാല് കിട്ടുന്ന ഏരിയയാണ് കേട്ടോ. ഇതാണ് നമ്മളെ ആ തോട്ടത്തിൻ്റെ ഒരേക്കറ 80 സെന്റിൻ്റെ മുൻപിലുള്ള വീടുകളും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെയാണിത്. നിറയെ വീടുകൾ. അതുപോലെ തോട്ടതായി കാണുന്നതാണ് നമ്മുടെ തോട്ടത്തിൻ്റെ ഗേറ്റ്. അതാണ് ഈ റോഡിൻ്റെ വക്കാണ്. പള്ളി മുൻവശത്തുണ്ട്. നിറയെ വീടുകളുണ്ട്. നമ്മുടെ ഈ തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോഡാണ് കേട്ടോ. ഈ റോഡ് മേലെ ഒരു തോട്ടമുണ്ട്, അതിലേക്ക് പോണതാണ്. കണ്ടോ പൊന്ത അവിടെ മൂടിയ കാരണമാണ് കാണാത്തത്. ഇതാണ് റോഡ് കണ്ട, അത്യാവശ്യം വീതിയുള്ള റോഡാണ്. ഇതിൻ്റെ മേലെ വേറൊരു തോട്ടമുണ്ട്, ആ തോട്ടത്തിലേക്ക് പോണതാണ്. ഇതുണ്ടോ, അതാണ് നമ്മളെ റബ്ബർ തോട്ടം. ഇതിൽ റബ്ബർ മാത്രമല്ല, ഈ പെരണ്ട്, അതിൻ്റെ പുറമെ നല്ല മറ്റേ ചക്ക ഉണ്ടാകുന്ന പ്ലാവുകളുണ്ട്, മാവുണ്ട്. ഒരു വീട്ടുവളപ്പിൽ അത്യാവശ്യം ആവശ്യമുള്ള എല്ലാ സാധനവും ഇതിലുണ്ട്. റബ്ബർ എന്ന് പറഞ്ഞാൽ നല്ല സൈസ് റബ്ബറാണ് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ. ഫുള്ള് റൗണ്ട് കമ്പി വേലി, അതേപോലെ ബാക്കിലും അതേപോലെ ഒരു കല്ലുകൊണ്ടൊരു മതിലുമാരിക്കാണ്. നിരന്ന തോട്ടാണ് കണ്ടോ. ഒരേക്കറ 80 സെന്റിൽ ഒരു തരി പോലും പാറല്ല കണ്ടോ. വെള്ളം ടാങ്ക്, വെള്ള ടാങ്കി, എല്ലാ സംഭവം. മൊത്തത്തിൽ നല്ലൊരു കച്ചവടമാണിത്. ഇതിൻ്റെ പരിസരത്തുള്ള വീടുകൾ കണ്ടോ, ഇതൊന്ന് നോക്കിക്കോളി.
കണ്ടോ, ഇതൊക്കെ പരിസരത്ത് കയറിയ വീടുകളാണ്. ഈ വീടുകളൊക്കെ ഇവിടെ ഉള്ള അവസ്ഥക്കാണ്. പിന്നെ ഇത് പള്ളി, മദ്രസ, മുസ്ലിം സെൻ്ററാണ്. പ്ലോട്ട് ചെയ്യാണ്ട ആളുകൾക്ക് പെട്ടെന്ന് പോണ സെൻ്ററാണ്. നാല് ഭാഗം കമ്പിവേലി, ഫ്രണ്ടിൽ നല്ല വണ്ണമുള്ള പ്ലാവും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഫ്രണ്ടിൽ ഗേറ്റും കാര്യങ്ങളൊക്കെ ഈ ടാർട്ട് റോട്ടിൽ നിന്നാണ് കയറുക. ബസ് റൂട്ടിൽ നിന്ന് 30 കിലോമീറ്റർ ഉണ്ടാവും ഇങ്ങോട്ട്. വെറും മുസ്ലിം ഏരിയയാണ്. പള്ളി, മദ്രസ ഉണ്ടോ, ഇതാണ് റോഡ്. എല്ലാ വണ്ടികളും വന്നിട്ട് ഇതാണ് നമ്മുടെ തോട്ടത്തിൻ്റെ ഉള്ളിലേക്കാണ് കയറും. ഈ ഗേറ്റാണ് തുറന്ന് ഉള്ളിൽ കയറിയ നിരന്ന ഭൂമിയാണ്. വീട് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. റബ്ബർ വെട്ടി വിൽക്കേണ്ട ആളുകൾക്കാണെന്ന് വെച്ചാൽ അതും പറ്റും. പിന്നെ പ്ലോട്ട് ചെയ്യേണ്ടവർക്കും പറ്റും. ആവശ്യക്കാരുണ്ട് വെച്ചെങ്കിൽ ഹിജാസ് റിയൽ എസ്റ്റേറ്റ് മീഡിയ ഇതിൽ വിളിക്കുക, ഈ നമ്പറിൽ വിളിക്കുക കേട്ടോ.